ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ഖുർആൻ ഓതിപ്പോകുന്ന കുറെ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാതാപിതാക്കളുടെ കാര്യം അതുകൊണ്ട് തന്നെ. അതിന്റെ ബാക്കി അല്ല ആ സുഹൃത്തിലല്ല സുഹൃത്ത് അഹക്കാഫില് അള്ളാഹു തആല വീണ്ടും ഈ കാര്യം ഉണർത്തുന്നതാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെയും പറഞ്ഞത് വസൈന ഞാൻ പറഞ്ഞു, വസീയത്ത് നിർബന്ധമായി കൽപ്പിച്ചിരിക്കുന്നു, ആജ്ഞാപിച്ചിരിക്കുന്നു എന്ന പരസ്പരം ശക്തമായ കൽപ്പനക്കാണ് വസീയത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻസാന മനുഷ്യന്മാരോട് മാതാപിതാക്കളുടെ കാര്യത്തിൽ ശക്തമായി കൽപ്പിച്ചിട്ടുണ്ട്. ഇഹ്സാന അവർക്ക് നന്മ ചെയ്യണം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. കഴിഞ്ഞ ആഴ്ചയിൽ വലിയ ആയത് നമ്മൾ വഴി ആ മാതാപിതാക്കളുടെ പ്രായം സൂക്ഷിച്ചുകൊണ്ട് ഒരാളോ അതിൽ രണ്ടുപേരോ വാർദ്ധക്യ സഹജമായ അവസ്ഥയാണ്. വയസ്സായ ഉപ്പ നിന്റെ സാന്നിധ്യം നമ്മുടെ സാന്നിധ്യം വേണം, നല്ല സംസാരം വേണം, നല്ല പെരുമാറ്റം വേണം. കയർക്കുക തർക്കിക്കുക എന്ന സമയം മാന്യ പറഞ്ഞ പാടില്ല. നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. സഹോദരമായി ഈ തർക്കം എന്നത് ഈ മാന്യ വാപ്പാനില്ല, അത് ആരും ഇഷ്ടപ്പെടില്ല. തർക്കം, ആ തർക്ം തന്നെ കുറ്റപ്പെടുത്തലാവുമ്പോഴോ, ആ തർക്കം തന്നെ ഒരു താരതമ്യം ചെയ്യലാവുമ്പോഴോ തീരെ കുറ്റപ്പെടുത്തൽ അതുകൊണ്ട് സംസാരത്തിൽ കുറ്റപ്പെടുത്തൽ. ചില വീട്ടിലും ബാപ്പയും ഉമ്മയും തമ്മിൽ ഭയങ്കര കച്ചായി തർക്കായി. ഒരു പ്രായത്വം ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ്. മക്കളൊക്കെയാണ് ഇന്ന് മധ്യസ്ഥരായത്. ബാപ്പയും ഉമ്മയും ആവശ്യം ഉണ്ടായാലും ഇല്ലെങ്കിലും വെറുതെ തർക്കിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഏറ്റവും നല്ലതല്ല. പഴമക്കാർ പറയും തൊഴുത്ത് കുത്ത് ആലക്കാവാം. വേഗം തൊഴുത്തിലുള്ള രണ്ട് കാര്യങ്ങള് അത് തപ്പം കുത്തുകൊടുന്നത് ആലയ്ക്ക് കേടാണ്. അത് വളരെ അന്ധവിശ്വാസമാണ്. ചത്തുപോകും അല്ലെങ്കിൽ വിറ്റുപോകും, മുറിഞ്ഞു പോകുന്നൊക്കെയാണ് അങ്ങനെ ഉണ്ടായിരുന്നത്. അതുപോലെ വീട്ടിൽ ഇത് പാടില്ല, ഈ തൊഴുത്ത് കുത്ത് പാടില്ല. ഉള്ളിലുള്ള ആളുടെ മക്കളും ബാപ്പിയും അല്ലെങ്കിൽ ബാപ്പയും ഉമ്മയും തമ്മില് അല്ലെങ്കിൽ ഈ നാത്തുമാര് തമ്മില് അത് പാടില്ല. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് കുറ്റപ്പെടുത്താതിരിക്കുക എന്നത്. കുറേയൊക്കെ ഉണ്ടാവും ചെയ്യും കുറ്റപ്പെടുത്തൽ. അപ്പൊ സ്വർഗത്തിനെ പറ്റി പറഞ്ഞ് അവിടെ ഉണ്ടാവില്ല. അനാവശ്യമായ വർത്തമാനങ്ങളോ കുറ്റപ്പെടുത്തലോ സ്വർഗത്തിൽ ഉണ്ടാവുക. സ്വർഗത്തെ തരാൻ ഈ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരില്ല എന്നുള്ള ആശ്വാസവും പറഞ്ഞ് കേൾക്കേണ്ടി വരുന്നതാണ്. അങ്ങനുണ്ടേ പാപ്പ അവിടുത്തെ കുറ്റപ്പെടുത്തിയ പഴവുമാണ്, അല്ലെങ്കിൽ ഉമ്മ ബാപ്പാനെ കുറ്റപ്പെടുത്തി നിങ്ങളോട് പറഞ്ഞിട്ടായില്ല, നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണ്, അതിനോട് പറഞ്ഞിട്ടായില്ല, ഇത് നന്നാവൂല, അവിടും പറഞ്ഞതാണ്. പാടില്ലാത്ത പറഞ്ഞത്. അവസാനം വരെ ഒരുമയോടെ സ്നേഹത്തോടെയാണ് ബാപ്പ ഇന്നും ജീവിക്കുന്നത്. ബാപ്പ ഇവിടെ സന്ദർശകർ കാണാൻ വന്ന ആളോട് ചോദിക്കുക, ബാപ്പ കാക്കന്റെ അടുത്താ, ഉമ്മ അഞ്ചന്റെ അടുത്താ, ഇവന്റെ അടുത്ത് അറിവില്ല. 2:30 ബാപ്പ കാക്കാന്റെ അടുത്തും ഉമ്മ അഞ്ചന്റെ അടുത്തുക. സഹോദരന്മാരെ അതും ആകാൻ പാടില്ല. ബാപ്പിനെ ഒരു സ്ഥലത്ത് തന്നെയാണ്, ഒരു സ്ഥലത്ത് തന്നെയാണ്. ഒരു കട്ടിലെങ്കിൽ 2 കട്ടിലായാലും ഒരു റൂമിലെങ്കിലും അത് വേണം. ബാപ്പാന്റെ വിഷമങ്ങളും ആവശ്യങ്ങളും ഉമ്മ അറിയണം, ഉമ്മന്റെ ആവശ്യങ്ങളും വേദനകളും ഒക്കെ ബാപ്പ അറിയണം. അത് അവസാനം മരണം വരെ അങ്ങനെ ജീവിക്കണം. അതിലൊരു കരാറാണ് നോക്കുന്നുണ്ട്. മരിക്കോളം നമ്മൾ ഒന്നായി ജീവിക്കാനുള്ള കരാറാണ് ഈ വിവാഹത്തിന് ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. അങ്ങനെ നമുക്ക് ആഗ്രഹിക്കണം അല്ലേ? 2 ആളുകളെ ഇണകളാക്കി ചേർത്ത് കല്യാണ പന്തലിൽ നിക്കാഴ്ച ശേഷം പച്ചുരയ്ക്ക് മരണം വരെ ബർക്കത്ത് കൊടുക്കുന്ന, ഒരുമിച്ച് ജീവിക്കണം മരണം വരെ. മരണത്തിനല്ലാതെ വരെ വേർപ്പെടുത്താൻ ഒക്കുന്നതേ എന്നാണ് അവരുടെ ആഗ്രഹവും. ആ രൂപത്തിൽ തന്നെയായിരിക്കണം. അങ്ങനെ കഴിയുന്ന പ്രായം കൂടിയ ദമ്പതിമാരുണ്ട്. പക്ഷെ ഇതിനെതിരായിരുന്നു എത്ര ഉണ്ടെങ്കിൽ ഞാൻ ബസ്സായ ഞാൻ കൂടി ബസ് സ്റ്റാൻഡിൽ അങ്ങനെ രണ്ടാം പിന്നെ ഭർത്താവിന്റെ കൈ പിടിച്ച ഭാര്യ എന്നിട്ട് ഒരു സ്റ്റെപ്പ് കയറാൻ
അപ്പൊ അയാൾ ഇങ്ങനെ ഭാര്യനോട് കയറ്റാൻ കഴിയണില്ല, വേറെ ആൾക്ക് കൈ എടുത്തുകൊടുത്ത് അയാള് പിന്നെ ഈ ആണിന്റെ കൈ പിടിച്ച് പെടുക്കെ കയറ്റിയപ്പോ പെണ്ണും അത് നിൽക്കുക, പെണ്ണും കയറാൻ കഴിയുന്നില്ല. അപ്പൊ വേറെ പെണ്ണ് വന്നതിന് ശേഷമാണ് ഈ സ്റ്റെപ്പ് കയറാൻ കഴിഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൈ പിടിക്കേണ്ട, കയറ്റി കൊടുക്കേണ്ട, താങ്ങേണ്ട അവസ്ഥയിലും അവർ ഒന്നിച്ച് നടക്കുന്നവരാണ്. ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണ് ഇവർ രണ്ടാളാണ്. ഒരു അധികം ആളുകളുടെ വീട്ടില് മക്കളില്ലാത്തവരൊക്കെ ആയിക്കോ ഞാൻ തന്നെയും പോവുക. എന്നാണെങ്കിലും ആ പൂക്കലും ആ ഒരുമിച്ചുള്ള ഭക്ഷണത്തിലും അവര് പിന്നെ എവിടെയാണെങ്കിലും ഒരുമയോടെ കൂടി ജീവിക്കുന്നത് നമ്മൾ കാണാൻ ആഗ്രഹിക്കണം. അങ്ങനെ നമ്മുടെ അടുക്കലുള്ള ഉമ്മാനി ഷാഫായിക്ക് സൂചിപ്പിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒന്നും കൂടി ഞാൻ ആവർത്തിച്ച് പറയാം. പ്രയാസത്തോടു കൂടി ഉമ്മ അവരെ ഗർഭം ചുമന്നു, പ്രയാസത്തോടു കൂടി പ്രസവിച്ചു. സഹോദരന്മാരെ, ഒന്ന് ശാന്തമായി കുറച്ച് ആലോചിക്കേണ്ടത്, ഇടപെടുന്ന ആളാലോചിക്കേണ്ടത്. മാത്രമല്ല അതൊക്കെ വീണ്ടും ചർച്ച ചെയ്യണം. എന്റെ മുന്നിലുള്ള ഈ സദസ്സിൽ വയസ്സായവരോ മധ്യവയസ്കരോ ആണ് ആദ്യം അധികം, ചെറുപ്പക്കാരോ വിദ്യാർത്ഥികളോ ഇല്ല തീരെ. ഇതിപ്പോ മക്കൾക്ക് ഇത് ചർച്ച ചെയ്ത് പഠിപ്പിക്കണ്ടേ, വീണ്ടും ചർച്ച ചെയ്യേണ്ടതാണ്. ഏത് പ്രയാസത്തോടുകൂടി ഗർഭം ചുമന്ന് പ്രയാസത്തോടുകൂടി പ്രസവിച്ചു. പഠിക്കണം നമ്മളൊക്കെ അമ്മയെ ബാക്കിയും നമ്മുടെ ഉമ്മാന്റെ ഗർഭകാലോ നമ്മുടെ ഉമ്മാന്റെ നമ്മെ പ്രസവിച്ച ആവശ്യം ഒന്ന് വിഡ്വൈഫില്ല, നഴ്സില്ല, ഡോക്ടറില്ല, പ്രസവം ആസ്പത്രിയിലല്ല. നമ്മളെയൊക്കെ എന്റെ പ്രാക്ടറാണൊക്കെ പ്രസവിച്ചത് വീട്ടില്ല. അതിങ്ങനെ പ്രസവവേദന തുറന്നപ്പോ പിന്നെ ഒസാച്ചി പാത്തുമാത്ത ഒരു പേര് പറഞ്ഞു മാത്രം, ഏത് അമനാത്തയായാലും ബലിജാത്തിയായാലും അതിനെ വിളിച്ചുകൊണ്ടുവരും. അത് വിളിച്ചുകൊണ്ടതിന്റെ വീട്ടിൽ കയറിയിട്ട് പിന്നെ വീട്ടിൽ ഒരു വേദനാജനകമായ അവസ്ഥയാണ്. വീട്ടുകാരോടൊക്കെ പുറത്തു പോകാൻ പറയും, ആണുങ്ങളോടും കുട്ടികളോടും ഒക്കെ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഈ പേറ്റ് നോവിന്റെ വേദന കൊണ്ട് കരയണത് വേറൊരു കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പുറത്താക്കുന്നത്. എന്നിട്ട് ചിലപ്പോ മിനിറ്റുകളും മണിക്കൂറുകളും നീണ്ടു നിൽക്കാം. പിന്നെ അതിലെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. അപ്പൊ ഇവര് പഠിച്ച രീതി അവർ ഏറ്റെടുക്കുന്നത് മാത്രം എടി സബൂറായിക്കോ, ഇത് മാത്രം സബൂറായിക്കോ, ഇത് അള്ളാഹു തആല പെണ്ണുങ്ങൾക്ക് നിശ്ചയിച്ചത്, നമ്മളിത് സഹിച്ചപ്പെടും. സബൂറായിക്കോ. ആ സബൂറിന്റെ നെല്ലിപ്പഴം കണ്ടിട്ട് ഇടങ്ങേറായിട്ടാണ്. പിന്നെ അന്നത്തെ അന്ധവിശ്വാസമാണ്. ഒരു 70-75 കൊല്ലത്തെ അപ്പുറത്തൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രസവമൊക്കെ ഉണ്ടാവുമ്പോൾ പിന്നെ വേഗം എതിമല്ലാക്കാൻ എടുത്തിട്ട് പിന്നാണ് ഇതാ പറഞ്ഞത്, പിന്നാണ് ഇതി കൊടുത്ത് കലക്കി കുടിക്കല സുഖപ്രസവത്തിന്. അല്ലെങ്കിൽ അയലൊക്കത്തെ കടങ്ങത്തി പെണ്ണുങ്ങൾ വന്നിട്ട് നഫീസത്തുമാരെ മാറെ സുഖപ്രസവം കിട്ടാൻ വേണ്ടിയാണ് ഈജിപ്തിൽ ജീവിച്ച് മരിച്ചു പോയതോ നഫീസത്ത് ബീവിയുടെ പേരിലുള്ള പിന്നെ ഈ പാട്ട് പാട്ടാലോ, വിസ്മയും ഹന്തും സലാത്തും സലാമും വിണ്ടയെ വെള്ളിനെ ഫീസത്ത് മാരാ ഞാൻ തുടങ്ങിയിടുന്നേ. ഇത് പാടി കഴിയുമ്പോഴേക്ക് കുറുമുനമ്പള്ള തന്നെ കുട്ടി പിറക്കും ശക്കില്ല എന്നോ പറഞ്ഞു. കുട്ടി പിറക്കും ചെയ്യാം, പിറക്കാതിരിക്കും ചെയ്യാം, പിറക്കും ചെയ്യാം. അപ്പോഴേക്ക് 2-3 വട്ടം പിന്നാണ് എഴുതി കൊടുത്തിട്ട് പ്രസവം നടക്കാതിരിക്കാം. അഥവാ പ്രസവം നടക്കാതിരുന്നാൽ ചിലപ്പോ കുട്ടി മരിക്കും, ചിലപ്പോ തള്ള മരിക്കും, ചിലപ്പോ കുട്ടി ഉമ്മയെ മരിക്കും. അങ്ങനെ വെച്ചാൽ എന്താ എല്ലാവർക്കും പറയാ, ഞാൻ ഇതുവരെ എനിക്ക് കൊടുത്തിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, അങ്ങനെയും സംഭവിക്കാലോ. അല്ലെങ്കിൽ തന്നെ പെണ്ണിന്റെ കാര്യം ചുമരുമല പൂച്ച പോലെയാണെന്ന്. ചുമരുമല പൂച്ചക്ക് അകത്തുക്കും ചാടാൻ സ്വാതന്ത്ര്യമുണ്ട്, പുറത്തുക്കും ചാടാൻ സാധ്യതയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ഇന്നത്തെ സുഖമില്ല. നീ ചൂയന്റെ ദൂട്ടിലാണ് സുഖം. അപ്പൊ ചൂയന്റെ ഉള്ളിൽ അങ്ങോട്ടും ചാടാം ഇങ്ങോട്ടും ചാടാം. അപ്പൊ അങ്ങനെ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചു. അകത്തുക്കും ചാടാം പുറത്തുക്കും ചാടാം, മരിക്കും ചെയ്യാ, ബാക്കിയാവും ചെയ്യാനാ, ഇത് മരിച്ചു പോയിന്നാ. അപ്പൊ ആ പ്രസവം എന്ന് ആലോചിക്കുകയാണ്. ആ പ്രസവം അതാണ് നമുക്ക് വീട്ടിൽ ചർച്ച ചെയ്യണം. ഇത് വല്യമ്മ നമ്മളെ പെറ്റത്, വല്യമ്മ വാപ്പാറെ പെറ്റത്, വല്യമ്മ അമ്മായിനെ പെറ്റത്, ഇതൊക്കെ നമ്മള് വീട്ടിൽ ചർച്ച ചെയ്യാൻ ശരിയാണ്. എത്ര പ്രയാസപ്പെട്ടായിരിക്കും, എത്ര വേദന സഹിച്ചിട്ടായിരിക്കും. ഇപ്പൊ കുട്ടികളെന്താ പറഞ്ഞത്, അനങ്ങിയത് വേണ്ട, പെയിൻലെസ് ഹോസ്പിറ്റൽ തന്നെ വേണം, പെയിൻലെസ് പ്രസവം തന്നെ വേണം, വേദനയില്ലാത്ത പ്രസവം. വേദനയില്ലാത്ത പ്രസവം ഞാനൊരു ലേഡി ഡോക്ടറോട് ഗൈനക്കോളജിസ്റ്റിനോട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞത് അതൊക്കെ ദോഷമാണ്, അതൊക്കെ പ്രകൃതിക്ക് വീട്ടാണ്.
അതൊക്കെ വിരുദ്ധമാണ്. ആ പെയിൻലെസ് ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടി ഇറങ്ങി വരുവേ. ഈ ഇറക്കി വരാനുള്ള പിന്നെ ഇത് വേണമല്ലോ, സമ്മർദ്ദം. ആ സമ്മർദ്ദത്തിൽ തനി പൊണ്ണായിട്ടില്ല. ആ ഭാഗമൊക്കെ തരിച്ചിട്ടുണ്ടാവും. പിന്നെ അത് നഴ്സുമാർ ഇടങ്ങാറായി ഒഴിഞ്ഞൊക്കെ ഉണ്ടാക്കുന്ന പ്രസവമാണ്. അതിനേക്കാളും ഒക്കെ നല്ലത് ഈ സുഖപ്രസവം എന്ന് പറഞ്ഞത് പെയിൻ സഹിച്ചുകൊണ്ട്, വേദന സഹിച്ചുകൊണ്ടാണ്. ആ വേദന അള്ള അംഗീകരിക്കുന്ന ഈ ആർക്കും ബന്ധപ്പെട്ടിട്ടില്ല. വേദന സഹിച്ചാണ് ഇപ്പൊ പ്രസവിച്ചത്, പ്രയാസത്തോടു കൂടിയാണ് പ്രസവിച്ചത്. അതാണ് ഉമ്മ. അതുകൊണ്ട് തന്നെ ഉമ്മക്ക് അവകാശപ്പെട്ടതാണ് ഈ മക്കളുടെ സേവനം, സ്നേഹം, കാരുണ്യം, ഇഷ്ടം. ഇഷ്ടപ്പെടുത്തിയില്ലെങ്കിൽ അള്ളാന്റെ കോപ്പം. കഴിഞ്ഞാഴ്ച പറഞ്ഞതാ. അള്ളാന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അപ്പൊ നമ്മളെ ഉമ്മയൊക്കെ പുതിയ തലമുറ ഒഴിച്ച്, ഈ പറഞ്ഞത് പഴയ ആളുകളൊക്കെ നന്നായി സഹിച്ചുകൊണ്ട്, നന്നായി സഹിച്ചു. ഗർഭകാലം ഇന്നത്തെ ഗർഭിണിക്ക് കിട്ടുന്ന ശുശ്രൂഷ ഉണ്ടോ? ഇല്ലല്ലോ. തുടക്കത്തിൽ തന്നെ കിട്ടുന്ന ഈ പിന്നെ വിറ്റാമിൻ പൊളികളും പിന്നെ അയൺ പൊളികളും ഒന്നും അങ്ങനെ കിട്ടുന്നില്ലല്ലോ. ഒന്നുമില്ല. പക്ഷെ കിട്ടി. മര്യാദക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്. നമ്മളൊക്കെ വീട്ടിൽ ചർച്ച ചെയ്ത് നോക്കി അപ്പൊ പറഞ്ഞേക്കാം. വല്യമ്മ വൈകുന്നേരം ആവോളം കൊയ്ത്തതിന് ശേഷമാണ് അന്ന് പ്രസവം ഉണ്ടായത്. പ്രസവിച്ച അന്ന് കൂടി മരി അടിച്ചിട്ടുണ്ട്, അരി പൊടിച്ചിട്ടുണ്ട്, നെല്ല് കുത്തിയിട്ടുണ്ട് എന്നൊക്കെ. അപ്പൊ അവർക്ക് ഇതൊക്കെ ഈ ഗർഭത്തോടു കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നത്തെ മാതിരി ഗർഭിണിക്ക് റെസ്റ്റില്ല. വീട്ടുജോലി എന്തായാലും മുഴുവൻ ചെയ്യണം. ഇതിനൊന്നും ഒരു അംഗീകാരമില്ല. അങ്ങനെ തന്നെയല്ലേ പെണ്ണിന് എന്ന് പറഞ്ഞ അവസ്ഥ. അപ്പൊ എത്രയായിരിക്കും നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളുടെ പ്രായം കൂടിയ നമ്മളുടെ മാതാപിതാക്കൾ മാതാവ് സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഈ സഹിച്ചത് എടുത്തു പറയാ. മക്കളെ, നിങ്ങളുടെ ഔദാര്യമല്ല, അവരെന്താണ് നിങ്ങൾക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുക. മക്കളെ, അള്ളാന്റെ റസൂലിന്റെ വിളി, മക്കളെ ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗം. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മാത്ത്. വലിയ വാക്കാല്. ഉമ്മാന്റെ കാൽക്കഴിയിലാണ് സ്വർഗം. ആ സ്വർഗം മക്കളെ നഷ്ടപ്പെടുത്തരുത്. റസൂല് പറഞ്ഞു, നശിച്ചവൻ നശിക്കട്ടെ. ഒരു പ്രത്യേക പ്രയോഗ. ആര് മാതാപിതാക്കൾ ജീവിച്ചിരുന്നിട്ടും അവർക്ക് സേവനം ചെയ്യാത്ത, അതിനവസരം കിട്ടാത്ത, ചെയ്യാത്തവൻ അത്ര കോപ്പത്തോടുകൂടിയ പാട്ടുകൾ. ഇത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഔദാര്യമല്ല, അവർക്ക് നമ്മിൽ നിന്ന് ലഭിക്കേണ്ട അവകാശമാണ് എന്ന ബോധമുണ്ടാവും. ഈ കൂടെ ജോലി ചെയ്യുന്ന തെക്കന്മാരൊക്കെ ചിലപ്പോൾ അധ്യാപകർ പറയുന്നത് ഇപ്രാവശ്യം പൈസ പിരിവിനൊക്കെ വായിച്ചു. പിന്നെ അപ്പനെ അയച്ചു കൊടുത്ത്, അമ്മക്ക് അയച്ചു കൊടുത്ത്, 1000 രൂപയൊക്കെ അപ്പനെ അയച്ചു കൊടുത്തത് അമ്മക്ക് അയച്ചു കൊടുത്തു. വലിയൊരു കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരങ്ങളൊന്നും ഒരു വിഷയമല്ല. ഉമ്മാക്ക് വയ്യാഞ്ഞാല് ബാപ്പാക്ക് അസുഖമായി ഇല്ലെങ്കിൽ ഉണ്ടാക്കി ചികിത്സിക്കുന്നത് താങ്ങാൻ തലോടാനും ഒക്കെ നമ്മളുണ്ടാവും. ആ ഉമ്മാന്റെ പടിയിൽ നമ്മൾ ഒരുപാട് ശ്വസിച്ചിട്ടുണ്ട്, മൂത്രമൊഴിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഉമ്മ ഒരുപാട് ഉറക്കൊഴിച്ചിട്ടുണ്ട്, വേദന സഹിച്ചിട്ടുണ്ട്. ആ വേദന അവിടെ നമ്മളോട് പിന്നെ കുർഹൻ പ്രയാസത്തോടുകൂടി കുർഹൻ വേദന, അതും പിന്നെ പ്രസവത്തില് ഒക്കെ വല്ലാത്ത പ്രയാസമായിരുന്നു. എന്നും അത് പ്രയാസമാണ്. ഗർഭിണികൾക്കും അതുപോലെ ഈ പ്രസവ സമയത്തും മുലയൂട്ട സമയത്തും നല്ല പരിഗണന നമ്മുടെ പെൺമക്കൾക്കും ഭാര്യമാർക്കും ഒക്കെ നമ്മൾ നൽകണം. ഒക്കെ ഒരാൾ നമുക്ക് മനസ്സിലാക്കാവുന്ന സംഗതികളാണ്. നല്ല പരിഗണന നൽകണം. അത് പോലെ ആദരിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിലും പെണ്ണിന് നല്ല ആദരവും പദവിയൊക്കെയാണ് ഡോക്ടറെ കൊടുത്തത്. ആണിനെ അപേക്ഷിച്ച് ആണിനെക്കാളുള്ള പരിഗണന പെണ്ണിന് ഈ കാര്യത്തിലൊക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പൊ പെൺകുട്ടിനെ പോറ്റുന്നതിനാണല്ലോ അധികം കൂടിയിട്ടില്ല. എല്ലാ മക്കളെയും ഒരുപോലെ ഞാൻ പോറ്റണേ, പക്ഷെ പെണ്ണിനെ പോറ്റണേന് അധികം പോയി. എന്താ? പെണ്ണിനുള്ള ആദരവിനെയാണ്. പെൺകുട്ടികളുടെ പേരിൽ ഒരാൾ പ്രയാസപ്പെട്ടാൽ സ്വർഗം ഉറപ്പാക്കുന്ന ക്രിസ്തു പറഞ്ഞതേ. അവരെ പിന്നെ വളർത്തുകയും അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും അവരെ കെട്ടിച്ചയക്കുകയും ചെയ്താത്ത ബാധ്യത തന്നെ മക്കളുടെ ബാധ്യത.
അത് മാന്യമായി നിർവഹിച്ചാൽ സ്വർഗ്ഗം ഉണ്ടാവും. ഒരു ഹദീസിൽ 2 പെൺമക്കളുടെന്നും മറ്റൊരു ഹദീസിൽ 3 പെൺമക്കളുടെന്നും ഒക്കെ പറഞ്ഞിട്ട്. അപ്പൊ പെൺമക്കൾക്ക് പ്രത്യേക പരിഗണന. ഈ പെൺമക്കൾക്ക് മാതാപിതാക്കളുടെ നല്ല പരിഗണന. ഈ പെൺകുട്ടി ഒന്നിനാമതായി വളർന്നാൽ കല്യാണം കഴിച്ചു കൊടുത്താൽ അവൾക്ക് പൂർണ്ണ പരിരക്ഷ നൽകേണ്ടത് ഭർത്താവിന്റെ ബാധ്യതയാണ്. അയാളുടെ കരങ്ങളിൽ എന്റെ ഭാവി സുരക്ഷിതമാണ് എന്ന നിർഭയത്വം നിഗാണമുലക്ക് മരിക്കോളൊതും വേണം. അത് ഓൾക്ക് ലഭിക്കേണ്ട, ഭർത്താവിന് ലഭിക്കേണ്ട അവകാശമാണ്. ഇനി അത് കഴിഞ്ഞ് കുട്ടികൾ പറഞ്ഞാലോ, കുട്ടികളൊന്നിനകത്തായ പിന്നെ മക്കളോട് മക്കളെ മനോ നോക്കിക്കോളി, അഞ്ചത്ത് താഴ്ത്താതെ. പെണ്ണിനോട് അവഗണനയില്ല. ഈ അവഗണന നമ്മൾ കാണിക്കാൻ പാടില്ല. നല്ല സഹായവും സംരക്ഷണവും താങ്ങും ആശ്വാസവും ഒക്കെ വേണം. ഗർഭകാലത്തും പ്രസവത്തിലും ഒക്കെ നല്ല പ്രസവരക്ഷ ഒക്കെ പറഞ്ഞത് നല്ലോ നൽകണം എന്ന് തന്നെയാണ് നമുക്ക് ഇസ്ലാമിന് മനസ്സിലാവുന്നത്. അപ്പൊ ഇത് സൂചിപ്പിച്ചതിന് ശേഷം പിന്നെ പറഞ്ഞ ഹംലുഹു ഫിസാലുഹു സലാസൂന ഷഹ്റ, ഗർഭകാലവും മുലയൂട്ടൽ സമയവും 30 മാസം എന്ന്. മറ്റൊരു സ്ഥലത്ത് ഹൗലൈൻ 2 വർഷം എന്നാണ്. അപ്പോ 2 വർഷം മുലയൂട്ടൽ, അതുപോലെ ഗർഭകാലം. ഇവിടെ 30 മാസം എന്ന് പറയുമ്പോ 2 വർഷം, പിന്നെ ഗർഭകാലം കൂടി ആകുമ്പോ ഗർഭത്തിന് 6 മാസം ഉണ്ടാവുള്ളൂ. അപ്പൊ ഗർഭത്തിന്റെ ഒരു ഏറ്റവും ചുരുങ്ങിയത് പറഞ്ഞതായിരിക്കും എന്നാണ് മുഫസ്സിറുകൾ ഇതിന് അർത്ഥം പറഞ്ഞത്. 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നോട് സമയം കുറച്ചല്ലേ ഉള്ളൂ, 6 മാസമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഗർഭകാലവും മുലയൂട്ടൽ കാലവും അതൊക്കെ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് നമ്മൾ അംഗീകരിക്കാനും പരിഗണിക്കാനും വേണ്ടി തന്നെയാണ്. ഇനി ഇങ്ങനെയുള്ള ഒരാൾ നമ്മളൊക്കെ ഇങ്ങനെ വളർന്ന നമ്മളൊക്കെ ഒന്നിനാൾക്കായി ശക്തനായി, ആൾ ശതീരനായി, ശക്തനായി, ആരോഗ്യവാനായി, യുവാവായി, മസിൽ പവറുകളൊക്കെ കൂടി, നെഞ്ചൂക്കൊക്കെ വർദ്ധിച്ച് 40 സനയായി, 40 വയസ്സാണ്. 40 വയസ്സ് പക്വതയുടെ പ്രായമായി, നുബുവത്തിന്റെയൊക്കെ പ്രായമായി കൂടാൻ വന്നത്. അങ്ങനെ 40 വയസ്സായ ഒരാള് അയാൾ പിന്നെ പരസ്യയോട് പ്രാർത്ഥിക്കുന്നതിനെ പറ്റി എപ്പോഴാണ് പറഞ്ഞത്. صالحا ترضاه واغفر لي في ذريتي إني تبت إليك وإني من المسلمين. നമ്മളൊക്കെ നടത്തേണ്ട പ്രാർത്ഥന റബ്ബി ഔസിഅനി അൻ അസ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. റബ്ബേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ നിഅമത്ത് ചെയ്തു തന്നതിന് നിനക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടി എന്നെ പ്രേരിപ്പിക്കണേ റബ്ബേ, പ്രചോദിപ്പിക്കണേ റബ്ബേ. നമ്മള് മനസ്സിൽ വിചാരിക്കുമ്പോൾ പടച്ചോന് തള്ളു, പിന്തുണ, ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. റബ്ബേ, എന്നെ പ്രചോദിപ്പിക്കണം, ഉമ്മാനെ നോക്കാൻ എന്നെ പ്രചോദിപ്പിക്കണം. വയസ്സായ വാപ്പാനെ താങ്ങാനും തലോടാനും മടി ഉണ്ടാക്കരുത്, എന്നേലും പ്രചോദിപ്പിക്കണം റബ്ബേ. എന്റെ തിരക്ക് അതിനൊരു തടസ്സമായിട്ട്, എന്റെ തിരക്ക് അതിന് തടസ്സമായത് വല്ലാത്തൊരു ദ്വാരത്. റബ്ബി ഔസിഅനി അൻ അസ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. എനിക്കും എന്റെ വാപ്പാക്കും നിഅമത്ത് ചെയ്തു തന്നതിന് ശുക്ർ കാണിക്കാൻ, നിനക്ക് ശുക്ർ കാണിക്കാൻ എന്നെ നീ, എനിക്കും മാതാപിതാക്കൾക്കും ശുക്ർ കാണിക്കാൻ. മാതാപിതാക്കൾക്ക് നന്ദി, അള്ളാഹുക്കുള്ള ശുക്ർ, അള്ളാഹിനെ ആരാധിക്കുക. അതിന് എന്നെ ഔസിഅനി, എന്നെ പ്രേരിപ്പിക്കറപ്പേ, എന്നെ പ്രചോദിപ്പിക്കറപ്പേ. എത്ര മാത്രം ഉണ്ട് നമ്മളെ മനസ്സിലാവും. നമ്മളെ ചെയ്യുമാണ് അതിനെ പ്രേരിപ്പിക്കറപ്പേ, അത് പ്രാർത്ഥിക്കുകയാണ്. നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ഇതിന്റെ പുറമെ നിനക്ക് ഇഷ്ടപ്പെടുന്ന നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, മാതാപിതാക്കൾക്ക് സേവനം ചെയ്യാനും അള്ളാഹുക്ക് ശുക്ർ ചെയ്യാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും. അടുത്തത് 40 വയസ്സായ ആളെന്നല്ല കൂടാൻ പറഞ്ഞത്. ആദ്യം മാതാപിതാക്കളെ ഓർത്ത്, പിന്നെ പറഞ്ഞത് എന്റെ മക്കളിലൂടെ എനിക്ക് നന്മ വരുത്തണമേ. നല്ലോണം ആലോചിച്ചു. മാതാപിതാക്കളെ, പിതാമഹന്മാരെ, മഹതികളെ, നമുക്ക് പേരക്കുട്ടികളും മക്കളും ഒക്കെ ഉണ്ടല്ലോ.
ഈ പേരക്കുട്ടികളിലൂടെയും മക്കളിലൂടെയും നന്മ ആഗ്രഹിക്കുകയും അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്റെ മക്കളിലൂടെ എനിക്ക് നന്മ വേണ്ടണമേ. മക്കളിലൂടെ എനിക്ക് നന്മ ഉണ്ടാക്കണമേ. ഈ ഖുർആനായത്ത് അങ്ങനെ തന്നെ പറയണില്ലെങ്കിൽ അതിന്റെ ആശയെങ്കിലും നമ്മൾ ഫസ്റ്റോട് സദാ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് മക്കളെ കൊണ്ട് നന്മ വരുത്താൻ, മക്കളെ കൊണ്ട് പറയിപ്പിക്കണാവുന്ന, മക്കളെ കൊണ്ട് ചീത്ത പേരുണ്ടാവുന്ന, മക്കളുടെ കാര്യത്തിൽ ഞാൻ തലകുനിക്കേണ്ടി വരുന്ന, മക്കളുടെ കാര്യത്തിൽ ഞാൻ ഒറ്റപ്പെടുന്ന അവസ്ഥ ഇതൊന്നും ഉണ്ടാകരുതേ. മക്കള് വയ്യാഴ്ചയുടെ സംഭവം 4 ദിവസം മുമ്പ് കുറയൂര് കൊള്ളോട്ടിയെടുത്ത് ഒരു ഉമ്മാന്റെ 2 മക്കള് ഒരു വീട്ടിൽ നിന്ന് വഴക്കുണ്ടായി തക്കായി അരിയെ ചേട്ടനെ കുത്തിയാണ് കൊന്നത്. ഒരു ഉമ്മാന്റെ മകളെ ചെയ്യുന്നത്. ഒരു ഉമ്മാന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഉമ്മാനും പാപ്പാനും വേദനിപ്പിക്കുക പറഞ്ഞാൽ മട്ടല് വെട്ടി തല്ലലൊന്നും ഇല്ല. അതിന് ഉദാഹരണം പറഞ്ഞു ഉമ്മി പാപ്പി ഇഷ്ടപ്പെടാത്ത ലവ് മാരേജ് ഒക്കെ നടക്കണം. ഇതായിപ്പെട്ടെങ്കിൽ ഒരു ഉമ്മി ബാപ്പി പോയിച്ച ഈ മക്കള് ഉമ്മാന്റെ മുന്നിൽ വെച്ചാൽ കുത്തേറ്റ് ഒരാൾ ബൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും ഗൗരവം എത്ര വലുതാണ്. അപ്പോ നമ്മൾ വളരെയധികം ഗൗരവപൂർവ്വം കാണേണ്ടതാണ് ഇതൊക്കെയാണ്. ഓർക്ക് വേദന ഉണ്ടാകുന്ന സംഗതി ബാപ്പിയുമായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വത്ത് തട്ടം. സ്വത്തിന് വേണ്ടി മക്കൾ തല്ലുകൊണ്ട് അവർക്ക് സഹിക്കൂല, ബാപ്പാക്കും സഹിക്കൂല. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പർശ്വനെ നീ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ അതുപോലെ മുസ്ലിനെ എന്റെ മക്കളിലൂടെ എനിക്ക് നന്മ വലിക്കണം. ഇന്നീ തുബുത്തുയിലേക്ക് മിനൽ മുസ്ലിമീൻ. അവസാനം പറയാ റബ്ബേ 10 വയസ്സായി, മക്കളൊക്കെ മക്കളിലൂടെ നന്മ ഉണ്ടാവണം. ഞാൻ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു റബ്ബേ. ഈ പരലോക ചിന്തയൊക്കെ വേണ്ട സമയം പ്രായ ഇനി തുബുത്തുയിലേക്ക് ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു, പശ്ചാത്തപിച്ചു മടങ്ങിയിരിക്കുന്നു. മിനൽ മുസ്ലിമീൻ. തീർച്ചയായും ഞാൻ നിനക്ക് കീഴ്പ്പെട്ടവരിൽപ്പെട്ടവനാണ്, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്. അർത്ഥവത്തായ ഹൃദയസ്പർശിയായ സൂറത്തുൽ കാഫിലെ ഈ 15ാമത്തെ ആയത്ത് നമ്മൾ നന്നായി പഠിക്കണം. അങ്ങനെ ആയത്തും നമ്മൾ സൂറത്തൊക്കെ പറഞ്ഞ വീട്ടിൽ തഫ്സീർ നിങ്ങളൊക്കെ എടുത്ത് വായിച്ചു നോക്കണം. ഞാൻ പറഞ്ഞതിനപ്പുറം തഫ്സീർ ഉണ്ടാകും. അപ്പൊ അനിമാരിയൊക്കെ നന്നായി വിശദീകരിക്കണമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ റസൂലിനോട് മാതാപിതാക്കളെ കുറിച്ച് ഒരാൾ വന്ന് ചോദിച്ചു. സുഹീല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളുടെ കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു മറുപടി അല ഇയ്യാകുമാ ജന്നത്തുക വനാറുക. അത് നിന്റെ സ്വർഗ്ഗമാണ്. ഉമ്മാനി ബാപ്പാന്റെ കാര്യം എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് അത് നിന്റെ സ്വർഗ്ഗമാണ്, നരകുക. ജന്നത്തുക വനാറുക. നമ്മൾ തീരുമാനിച്ചതാണ് ഇവിടെ വഫയുടെ ഞാൻ സ്വർഗ്ഗം വാങ്ങണോ നരകം വാങ്ങണോ? സ്വർഗ്ഗം വാങ്ങണോ? പോലെ ജന്നത്തെ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തെ കടക്കൂല. കുടുംബത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ഏറ്റവും വലിയ ബന്ധം റബ്ബി ബാപ്പിയുടെ തോന്നി, ഏറ്റവും വലിയ ബന്ധമാണ്. അത് മുറിക്കണോ സ്വർഗത്തെ കടക്കൂല. ബാപ്പാനെ ഫ്രണ്ട്സോട് പറഞ്ഞി, അമ്മാനോട് പറഞ്ഞി, അങ്ങനെയൊക്കെ പോകുന്ന പിന്നെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോ ബാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, ബാപ്പാന്റെ കബറ് കാഴ്ചയിൽ ആ കബറ് കണ്ടിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ? ബാപ്പ ജീവിച്ചിരിക്കും വരാതെ. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാവും. ഒരു ദിവസം പോലും ഒരെ വെറുപ്പിച്ചുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങരുത്. ഏറ്റവും ബന്ധപ്പെട്ട ആളുകളെ വെറുപ്പിച്ചുറങ്ങുന്നതിനെ പറ്റി പറഞ്ഞപ്പോ ഈ ഭാര്യാഭർത്താക്കന്മാരുടെ പിണക്കത്തെ കുറിച്ച് പറഞ്ഞു. അനാവശ്യമായി അകാരണമായി ഒരു ഭാര്യ ഭർത്താവിനെ പിണക്കി, എന്നിട്ട് അവൾ രാത്രി ഉറങ്ങിയാൽ, അയാളെ പിണക്കി കടന്നുറങ്ങിയാൽ ആണ് നേരം പുലരുവോളം അള്ളാന്റെ മലക്കുകൾ ഈ പെണ്ണിനെ ശപിച്ചുകൊണ്ടേയിരിക്കും. ഭർത്താവിനെ അകാരണമായി പിണക്കീനാണ് പറഞ്ഞത്.
നേരെ വിൽക്കോളം മലക്കൾ ശപിച്ചു കൊടുക്കും. ഉമ്മായും ബാപ്പാനെയൊക്കെ പറക്കി ചിലരോടൊക്കെ പറഞ്ഞ് കഴിച്ചു കൊടുക്കുമ്പോ എത്രയാണ് അള്ളാന്റെ ഒരു വേദന, അള്ളാന്റെ അറസ്റ്റിൽ ചെന്ന് മുട്ടും. മധുരവുമായ ബാപ്പാന്റെ, മധുരൂമത്തായ ഉമ്മാന്റെ, ദ്രോഹിക്കപ്പെട്ട ആളുടെ പ്രാർത്ഥന അള്ളാന്റെ ഇടയിൽ ഹിജാബില്ലാതെ കബൂലാക്കി. ഒരു മറയില്ലാതെ തിരശീലല്ല, അത് നേർക്ക് നേരെ അരിശൽ മുട്ടുന്ന പ്രാർത്ഥനയായിരുന്നു. അപ്പൊ അതുകൊണ്ട് വേദനിപ്പിക്കൽ, അവിടെ നിന്ന് ശാപം ഒരിക്കലും നമ്മൾ ഏറ്റുവാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ എന്താണ് നബിയെ ഏറ്റവും നല്ല സൽക്കർമ്മം? അഹബ്ബു ഇലല്ലാഹി അയ്യുൽ അമൽ എന്ന് നബിയോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി സലാത്തു അലാ വഖതിഹ. ഒന്നാമത്തത് വഖത്തിന് നിർവഹിക്കുന്ന നമസ്കാരമാണ്. നമസ്കാരം സമയത്ത് നിർവഹിക്കലാണ് ഏറ്റവും വലിയ അമല്. രണ്ടാമത് ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് അർപ്പിക്കല. മൂന്നാമതായി കണ്ടത് കൊടുത്ത സുഹാരി. പിന്നെ ഏതാണ് ഞാൻ ചോദിച്ചപ്പോ അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യില്ല. എന്താ ജിഹാദ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ജിഹാദ്, റസൂലുള്ളാഹി ഈ പറഞ്ഞ കാലത്തുള്ള ജിഹാദ്. ചെറിയ വാളിന്റെ മുന്നിലേക്ക് പോവുക, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി വാളിന്റെ കുന്തത്തിന്റെ അമ്പന്റെ മുന്നിലേക്ക് പോവുക. ഒന്നുകിൽ ജീവൻ, അല്ലെങ്കിൽ വിജയം, ഒന്നുകിൽ മരണം, ഷഹീദാവുക, അല്ലെങ്കിൽ യുദ്ധത്തിലെ വിജയം, തയ്യാറായി പോവാം. അതിന്റെ മുന്നിൽ പറഞ്ഞ അതിലും വലിയ ജിഹാദ് മാതാപിതാക്കൾക്ക് സേവനം ചെയ്യലാണ്. യുദ്ധത്തിന് പോകാൻ വേണ്ടി, ജിഹാദിന് പോകാൻ അനുമതി ചോദിച്ചു വന്ന സഹാബിയോട് ഹയ്യൻ വാലിദാക്ക, മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അവരിലാകട്ടെ നിന്റെ ജിഹാദ്, അവർക്ക് നമ്മൾ ചെയ്യലാട്ടെ, സേവനം ചെയ്യലാട്ടെ നിന്റെ ജിഹാദ്. അപ്പൊ അതിനൊക്കെ അത്ര ഗൗരവത്തിൽ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. ഈ ജീവിതത്തിന്റെ ഈ ഉല്ലാസത്തിന്റെ ജീവിതം, മധുരിമയുള്ള ജീവിതം, മധുരിമയുള്ള ക്രിയാവ്, മധുരിക്കുന്ന കുടുംബ ജീവിതം, ഇതൊക്കെ ആനന്ദത്തിലും ആഘോഷത്തിലും ഉല്ലാസത്തിലും മാത്രം കഴിയാനുള്ളതല്ല. ഇതൊക്കെ നശിക്കും. നിങ്ങൾ അറിയോ, നമ്മളെ ജില്ലയിൽ ഒരു സംഭവം 4 ദിവസം മുമ്പ്, കഴിഞ്ഞ ചൊവ്വാഴ്ച മമ്പാട് ചാലിയാർ പുഴയിൽ ചെറുപ്പക്കാരെ മുങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ വരുന്നവരെ കിട്ടിയിട്ടില്ല. അത് 4ാം ദിവസം. ഏതെങ്കിലും ചെറുപ്പക്കാരൻ ഗായകൻ അറിയപ്പെടുന്ന യാഷിക്കുന്ന യുവാക്കളുടെ പേര് ഗാനമേളകളിലൊക്കെ തിമർത്താടുന്ന, സ്റ്റേജ് കുലുക്കുന്ന, ആയിരങ്ങളെ ചെയ്യിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ഡാൻസ് ചെയ്ത് പാട്ട് പാടുന്നു. കുട്ടികൾ എനിക്ക് കാണിച്ചു തരാം വീഡിയോ. അടുത്ത് പോയതിനു ശേഷം നന്നായി ഡാൻസ് ചെയ്ത് പാട്ട് പാടുന്ന ആ ചെറുപ്പക്കാരൻ, അയാള് ഒഴുകി വരുന്ന മരം പിടിക്കാൻ വേണ്ടി, നീന്തി പിടിക്കാൻ വേണ്ടി 3 പേര് നീന്തിയ ചാലിയാർ പുഴയിൽ. അവൻ മുങ്ങിപ്പോയി. മറ്റു 2 പേരും നീന്തി രക്ഷപ്പെട്ട് 4ാമത്തെ ദിവസമായിട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുകയും എല്ലാ സംവിധാനമുണ്ട്. ശാസ്ത്രം വളരെ വളർന്നിട്ട് ചാലിയാർ പുഴയിൽ ഇപ്പം മിക്കത്തോടെ അത് കാണാനൊരു സംവിധാനമില്ല. കടലിന്റെ അടിയിലൊക്കെ കാണാനുള്ള എന്തെല്ലോ സൗകര്യങ്ങളൊക്കെ ഉള്ള ഈ കാലത്ത് ചാലിയാർ പുഴയിലൊക്കെ ഇടക്കിടക്ക് ആളുകൾ പോകലും ഇങ്ങനെ കിട്ടിയ മറ്റത്തൊക്കെ കണ്ടതാണ്. 2 ദിവസം കഴിഞ്ഞോ 3 ദിവസം കഴിഞ്ഞോ ഒക്കെ എന്റെ വീട് ആ ചാലിയാർ പുഴയുടെ തീരത്തായതുകൊണ്ട് സൗകര്യമായി കാണാനൊരു സംവിധാനമില്ല. അതൊക്കെ നമ്മൾ കാണേണ്ട സംഭവം. വയനാട്ടിൽ കാര്യത്തിലുണ്ടോ മനുഷ്യന്മാരുണ്ടോ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന ആളുകളാണ് ആ മരിച്ചത്. ഇനി ആ മരിച്ചതാണോ പിന്നെ ആ ബാക്കിയുള്ളവരുണ്ട് എങ്ങനെയാണ് കൊണ്ടുപോണത്, അത് കൊണ്ടുപോയിപ്പോ ഉണ്ടാവുന്ന അവസ്ഥ എന്തായിരിക്കും? നമ്മളാണെങ്കിൽ ഒന്ന് അറിയിക്കുക. നമ്മളെ കുറെ പ്രവർത്തകർ നമ്മളെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഗൾഫ് നാടുകളുണ്ടല്ലോ, അവിടുന്ന് മരിച്ചിട്ട് പിന്നെ ആ മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ കാണൊക്കെ ഉണ്ടാവുന്ന ഒരു വേദന താങ്ങാവുന്നതിനോ ആണില്ലേ? അവസാനം പോകുമ്പോ ഒരു ആലിംഗനവും സലാമും ഒക്കെ പറഞ്ഞ് പിരിഞ്ഞു പോയ ആളുകൾ പിന്നെ മയ്യത്തെ തിരിച്ചു വരുന്നോ? ഇതന്നെയല്ലേ ഇപ്പൊ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളായാലും ഉൾക്കൊള്ളി കുടുംബം. അല്ലാഹു അത്തരം എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മെ കാത്ത് രക്ഷിക്കുമാറാവും. ആകസ്മികമായ ഭരണങ്ങളിൽ അല്ലാഹു സഹായിക്കുമാറാവും. സമാധാനം കഴിയാവുന്ന മാതാപിതാക്കളും ഇണകളും മക്കളും സംതൃപ്തിയോടുകൂടി ജീവിതം പെരുമാറുന്ന കുടുംബ ജീവിതം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ വീടുകളിൽ അല്ലാഹുവിന്റെ ബർക്കത്തുണ്ടാകുമാറാവട്ടെ. المؤمنين والمؤمنات والمسلمين والمسلمات اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار.
اللهم أجرنا من النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وقنا عذاب النار